ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും കണ്ടൂടാ, ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല. ചിന്തിച്ചു നോക്കൂ, ഒരു ചോരകൾ തമ്മിൽ ആകെ ബന്ധമുള്ളത് വാപ്പയമ്മയും ജീവിച്ചിരിപ്പുള്ളവരാണ്. വാപ്പുള്ള കാലത്തൊക്കെ ഒന്ന് അനിയനെ പോയി കാണാൻ പോകും. വാപ്പുള്ള കാലത്തൊന്നും ഉമ്മ ഉള്ളതുകൊണ്ട് ഒന്ന് അനിയന്റെ വീട്ടിലേക്കും പങ്കന്മാരേക്കും ഒന്ന് കാണാൻ പോകും. വാപ്പയമ്മയും മണ്ണിന്റെ അടിക്കായി കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ ബന്ധങ്ങളൊക്കെ. പിന്നെ ആരെ കാണാൻ പോകാനാ? പിന്നെ ആരെയും ആദ്യം കാണാൻ പോയത് ഉമ്മ ഉള്ളതുകൊണ്ട്. സ്വന്തം ചോരകളെ പോലും ഒരു ബഹുമാനമില്ലാത്ത, ആദരിക്കാത്ത, സ്നേഹിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് 4 പെൺമക്കളാണെന്ന് കരുതുക. ഇസ്ലാമിന്റെ ഒരു വലിയ തത്വങ്ങൾ മനസ്സിലാക്കേണ്ടി. എനിക്ക് 4 പെൺമക്കളാണ് കരുതുക. ഞാനെങ്ങാനും അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയാ എന്റെ വീതം വെക്കുന്ന സ്വത്ത് എന്റെ അനിയനും പോകും, എന്റെ ഏട്ടനും പോകും. എന്റെ അനന്തര സ്വത്ത് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ മുതല് എന്റെ അനിയനും പോകും, എന്റെ ഏട്ടനും പോകും. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതും എല്ലാവർക്കും വേണാനോ. പെൺമക്കൾ മാത്രമല്ല, കാക്കന്റെ മരണത്തോടു കൂടി പിന്നെ ചിലർ ഇസ്ലാമിന്റെ ഷറാ പറയാ, കാക്ക അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ കാക്കന്റേതായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയൊക്കെ എല്ലാവരും. പക്ഷെ അത് എന്തിനാ നിങ്ങൾക്ക് തരാൻ ഇസ്ലാം പറഞ്ഞെന്നറിയോ? എന്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ കാണണം. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പെൺകുട്ടിക്ക് നിങ്ങൾ വാപ്പാരാവണം, എന്റെ പെൺകുട്ടിക്ക് നിങ്ങൾ താങ്ങാവണം. അതിന് നിങ്ങൾക്ക് നിങ്ങളെ മുതലിന് എടുക്കാൻ മടിയുണ്ടോ? എന്റെ മുതലിന് കിട്ടിയത് എന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മരിച്ച എന്റെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വാപ്പയാവാൻ സ്ഥാനത്തേക്ക് എത്തി നിങ്ങൾക്ക് എന്റെ സ്വത്തിന് അവകാശം തന്നെ. അല്ലാണ്ട് എന്റെ മുതൽ കിട്ടുമ്പോഴേക്കും അത് കാക്കന്റെ വക കിട്ടിയത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് കൊടുക്കാൻ എന്നുള്ള വെപ്രാളത്തിൽ ഓടാനല്ല. പക്ഷെ മനുഷ്യന്മാർക്ക് മുതൽ മതി, ബന്ധം വേണ്ട, മുതൽ കിട്ടണം. അപ്പോഴാണ് ഷറവൊക്കെ ചിന്തിക്കും. ഉമ്മനെ നോക്കാൻ ഷറവില്ല, ഉമ്മ നോക്കുന്നതിലും വാപ്പ നോക്കുന്നതിലും ഒന്നും ആർക്കും ഷറവുമില്ല, ഷറവിന്റെ മതവിധിയുമില്ല. കല്യാണം കഴിച്ചതിന്റെ 4ാമത്തെ കൊല്ലം പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടുപോയി. എന്താ നിയമം? ഭാര്യമാരെ 4 മാസം പിരിഞ്ഞിരിക്കരുത്. ഉമർ റളിയല്ലാഹുവിന്റെ കൗലുണ്ട്. കൗലൊക്കെ ശരി തന്നെയാണ്. ഭാര്യമാരെ 4 മാസം പിരിഞ്ഞിരിക്കരുതെന്നുണ്ട്. പക്ഷെ വാപ്പനെയും ഇനി ഒരു രാത്രി പിരിഞ്ഞിരിക്കരുതെന്നാള് എന്തേ ആ കൗല് വേണ്ടേ? വാപ്പനെയും ഇനി ഒരു രാത്രി പിരിഞ്ഞിരിക്കരുത്. അപ്പൊ പറഞ്ഞത് ആങ്ങളന്റെ അനിയന്റെ അടുത്ത് ഏൽപ്പിച്ചതാ. അനിയന് മാത്രമാണോ ഉമ്മാന്റെ കടമ, വാപ്പാന്റെ കടമ? അല്ലെ കാരണവന്മാര് മാത്രം പുരേ ഇറങ്ങിപ്പോകാനുള്ള ആളുകളായതുകൊണ്ട് ഉമ്മനെയും വാപ്പനെയും നോക്കണ്ടെന്നുണ്ടോ? അല്ലെങ്കിൽ ഇളയോന് തറവാട് പോലെ കൊടുത്തതുകൊണ്ട് ഓൻ തന്നെ മരിക്കുന്നവരെ നോക്കണമെന്നുണ്ടോ? മാസത്തിലോ ആഴ്ചയിലോ ഒരു 100 റുപ്യ 50 റുപ്യ വാപ്പാന്റെ കച്ചിത്തുണിയോ വാങ്ങിക്കൊടുത്താൽ അതോടുകൂടി തീരുമല്ല കടമയും. മോനെ സ്വർഗത്തിൽ ഒരു പിടി മണ്ണ് കിട്ടുമെന്ന് ചോദിച്ചപ്പോ താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറിയ കുട്ടി വീട്ടിൽ ഓടി ഉമ്മാന്റെ കാലിലോട്ട് മണ്ണും പിടിച്ചെടുത്ത് വന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതാണ് സ്വർഗത്തിലെ മണ്ണ് ഉമ്മാന്റെ കാലിലോട്ടിൽ. ഇന്നൊക്കെ വാട്സപ്പ് സ്നേഹം. മാതൃദിനം കഴിഞ്ഞ 2 ആഴ്ച മുൻപായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാരും ഉമ്മാരൊക്കെ ഒന്ന് കാണാൻ പറ്റും. അന്ന് ഓന്നെ കണ്ടതന്നായിരിക്കും. മാതൃദിനം എന്ന് കേട്ടാൽ മതി, അടുക്കളയിൽ ചെന്ന് ഉമ്മാന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുടിപ്പിക്കും. സ്നേഹത്തിന്റെ, കരുണയുടെ, കാതലായ, കരുണ്യത്തിന്റെ കടലായ ആ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, മോനെ എങ്കിൽ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ താത്തനെ വിളിച്ചോ, മുത്താപ്പാന്റെ മോളെ വിളിച്ചോ എന്ന് പറയുന്നവനും ഉമ്മാന്റെ സ്നേഹത്തിന്റെ പോസ്റ്റാണ്. ഇതന്നെ എല്ലാ കുടുംബങ്ങളിലും. കേരളത്തിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥ ഓടി കേട്ടതല്ലേ? ഏട്ടന്റെ അടുത്തുണ്ടായിരുന്ന വാപ്പനെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു. വാപ്പൻ എനിക്ക് നോക്കണം, എനിക്ക് കിട്ടണം. അവസാനം കോടതി വിധിച്ചു അനിയന്റെ കൂടെ പറഞ്ഞേക്കണം. വാപ്പാന്റെ കയ്യും പിടിച്ച് കോടതിയിൽ ഇറങ്ങി പോകുമ്പോ ഏട്ടൻ അനിയനെ തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിന്റെ സ്വർഗാട്ടോ കൊണ്ടുവന്ന് അതിങ്ങ് ഓർമ്മിച്ചോ, നിന്റെ സ്വർഗ കൊണ്ടുവന്ന്. വാപ്പാനെ കൊണ്ടുവന്ന് കണ്ടിട്ട് പറഞ്ഞതാ. കേരളത്തിലെ 150 ഗ്രൂപ്പിൽ ഇൻകൻ അയച്ചിട്ട് 150 ആള്. പക്ഷെ ആ അയച്ചോനും സ്വന്തം വാപ്പാനെ പോയി കൈപിടിച്ചിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഉപ്പ നമ്മളൊന്ന് ചെക്കപ്പിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ വാപ്പാന്റെ നെഞ്ചിന്റെ പെടച്ചിലറിഞ്ഞിട്ടുണ്ടാവില്ല. ആ വാപ്പാക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നീക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പം സ്നേഹം, അഭിനയങ്ങളാണ്, കാപട്യ ലോകങ്ങൾ. എല്ലാ മക്കളും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒരുപാട് നല്ല മക്കളുണ്ട്. ഒരുപാട് മക്കളെ പറ്റി തൃപ്തിയോടെ പറഞ്ഞു മരിച്ചു വന്ന വാപ്പാരുമാരുണ്ട് പല കുടുംബങ്ങളിലും. ഓനെ മക്കളായി കിട്ടിയത്, ഓനെ മോനായി കിട്ടിയത് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നവരുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് 4-5 മക്കളുണ്ടായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് മക്കളെ നാവുകൊണ്ട് തന്നെ തള്ളക്ക് അഹങ്കാര, അല്ലെങ്കിലും വാപ്പാക്ക് ഇച്ചിരി കിബ്ര എന്നൊക്കെ കേട്ട് അവസാനം പേരക്കുട്ടികൾക്ക് ഒരു മുട്ടായിന്റെ വകുപ്പ് പോലും ഇല്ലാണ്ട് ഒരു കാലത്ത് കൊട്ടാരം പോലെ ജീവിച്ച കുടുംബത്തില് ദരിദ്രനെ പോലെ ജീവിച്ചു മരിച്ചുപോയ വാപ്പാരുമാരുണ്ട്. അതിലേതാ പെന്റെങ്ങളിൽ പുരയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമുക്ക് എത്ര വലിയ കൊട്ടാരുണ്ടായാലും അതേ തിരിച്ചറിവിലേക്കും ബോധത്തിലേക്കോ ഞാനും കൂടെ പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. അതേ കോലത്തിലേക്ക് തന്നെ നമ്മളും പോകുന്നത്. ഇതുപോലെ അന്നത്തെ കൊട്ടാരത്തിൽ ജീവിച്ച് അന്ന് മക്കളെ രാജകുമാരന്മാരെ പോലെ സ്നേഹിച്ച വാപ്പാക്ക് ഇതാഗതിയെങ്കിൽ ഇന്നത്തെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കും നമ്മക്കും അതേ ഗതിയെ പഠിച്ചോൻ എത്തിച്ചേരൂ. അതിൽ കൂടാന്നല്ലാണ്ട് കുറയൂല.